ഒറ്റക്കടിയിൽ 40 മുതൽ 70 മില്ലിഗ്രാം വിഷം വരെ ഇരയുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കാൻ കഴിയുന്ന വിരുദ്ധൻ. 360 ഡിഗ്രി തലതിരിച്ച് പോലും ഇരയെ കൊത്താൻ പറ്റുന്ന ഇവന്റെ പേരാണ് അണലി. കൊത്തുകിട്ടി ഉടനെ തന്നെ രോമകൂപങ്ങളിൽ നിന്ന് രക്തം വാർന്നൊഴുകാൻ തുടങ്ങും. നമ്മുടെ നാട്ടിൽ വട്ടക്കൂറ, ചേനത്തണ്ടൻ, തേക്കിലപ്പുള്ളി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ വിഷപ്പാമ്പിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. വൈപ്പറിഡേ കുടുംബത്തിലുള്ള വിഷപ്പാമ്പുകളാണ് അണലികൾ. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിലാണ് സാധാരണയായി ഇവയെ കണ്ടുവരുന്നത്. ഈ ഉപകുടുംബത്തിൽ 66 അണലി വർഗ്ഗങ്ങളാണുള്ളത്. പൊതുവെ ഉഷ്ണമേഖലയിലും മിതോഷ്ണമേഖലാ പ്രദേശങ്ങളിലുമാണ് ഇവയെ കണ്ടുവരുന്നതെങ്കിലും വെബേറ ബെറുസ് എന്ന ഇനം അണലികളെ ആർട്ടിക് പ്രദേശത്തും കണ്ടുവരാറുണ്ട്. ഇന്ത്യയിൽ സാധാരണ 2 ഇനം അണലി പാമ്പുകളെയാണ് കണ്ടുവരുന്നത്. അവയെ ചേനത്തണ്ടൻ, ചുരുട്ടമണ്ഡലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് ഇന്ത്യയിലെ അണലികളെ കുറിച്ചാണ്. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പാമ്പുകടി മരണത്തിന്റെ പ്രധാന കാരണക്കാരൻ അണലി എന്നതാണ് വസ്തുത. കുറ്റിക്കാടുകളിലും പുൽമേടുകളിലുമാണ് ഇവയെ സാധാരണ കണ്ടുവരാറുള്ളത്. വട്ടക്കൂറ, പയ്യാനമണ്ഡലി, കണ്ണാടി വിരിയൻ, മൺചട്ടി, കുതിരക്കുളമ്പൻ എന്നിങ്ങനെ പല പേരുകളിലും പ്രാദേശികമായി അറിയപ്പെടുന്ന ഇവ സാധാരണ മനുഷ്യവാസ മേഖലയിലാണ് കൂടുതലും കണ്ടുവരുന്നത്. എണ്ണത്തിലുള്ള വർധനവും മനുഷ്യവാസം കൂടുതലുള്ള ഇടങ്ങളിലെ വാസവുമാണ് അണലിക്കടി മൂലമുള്ള മരണത്തിന് പ്രധാന കാരണമാകുന്നത്. ദബോയ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. ഈ വർഗത്തിൽ ഈ ഒരു സ്പീഷീസ് മാത്രമേ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ് ഈ ഇനത്തെ കൂടുതലായും കണ്ടുവരാറുള്ളത് എന്ന് പറഞ്ഞല്ലോ. ഇന്ത്യക്ക് പുറമെ ചൈന, തായ്വാൻ എന്നിവിടങ്ങളിലും ചേനത്തണ്ടനെ കാണാവുന്നതാണ്. പാട്രിക് റസൽ എന്ന സ്കോട്ടിഷ് ഉരക ഗവേഷകന്റെ ബഹുമാനാർത്ഥമാണ് റസൽസ് വൈപ്പർ എന്ന പേര് ഇവയ്ക്ക് നൽകിയിട്ടുള്ളത്. ഒളിച്ചിരിക്കുക എന്നർത്ഥം വരുന്ന ദബോയ എന്ന ഹിന്ദി വാക്കിൽ നിന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ഉണ്ടായിട്ടുള്ളത്. ചേനയുടെ തണ്ടിൽ കാണുന്ന തരം അടയാളങ്ങൾ കാണുന്നത് കൊണ്ടാണ് ഇവയെ ചേനത്തണ്ടൻ എന്ന് വിളിച്ചത്. 120 സെന്റിമീറ്ററാണ് അണലിയുടെ ശരാശരി നീളം. അതേസമയം 166 സെന്റിമീറ്റർ നീളമുള്ള അണലിപ്പാമ്പുകളെ ഇന്ത്യയിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പാമ്പിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെന്നാൽ ഇവയുടെ തലയാണ്. പരന്ന ത്രികോണാകൃതിയിലുള്ള തലയാണ് ഇവരുടെ പ്രത്യേകത. ഇവയുടെ മൂക്കാകട്ടെ ഉരുണ്ട് അല്പം ഉയർന്നിട്ടുമാണ് നിൽക്കുന്നത്. ത്രികോണാകൃതിയിലുള്ള തല, ദീർഘവൃത്താകൃതിയിലുള്ള അടയാളങ്ങൾ, തടിച്ച ശരീരം, വലിയ കണ്ണുകൾ, നീണ്ട വാൽ എന്നിവയാണ് ഇവയെ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ. ഇന്ത്യയിലെ പാമ്പുകടി മരണങ്ങളുടെ ഭൂരിഭാഗവും ഈ അണലിയുടെ കടിയേറ്റിട്ടാണെന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ വിഷത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഇവയുടെ വിഷത്തിൽ പ്രധാനമായും ഹീമോടോക്സിൻ എന്ന പദാർത്ഥമാണ് അടങ്ങിയിട്ടുള്ളത്. മനുഷ്യന്റെ രക്തപര്യായന വ്യവസ്ഥയാണ് ഈ വിഷം ബാധിക്കുന്നത്. പ്രായപൂർത്തിയായ ചേനത്തണ്ടനിൽ 150 മുതൽ 250 മില്ലിഗ്രാം വെനം ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. എലികളിൽ നടത്തിയ LD50 വാല്യൂ പരീക്ഷണങ്ങൾ അനുസരിച്ച് വിഷത്തിന്റെ വീര്യം വളരെ കൂടുതലാണെന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. ഒറ്റക്കടിയിൽ ശരാശരി 40 മുതൽ 70 മില്ലിഗ്രാം വിഷം വരെ ഇരയുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കാൻ അണലിക്ക് കഴിയും. തുറസായ പുൽമേടുകളിലും കുറ്റിക്കാടുകളിലുമാണ് സാധാരണ അണലികൾ കഴിയുന്നത്. തീരപ്രദേശങ്ങളിലെ സമതലങ്ങളിലും സർവ്വസാധാരണമായി ഇവയെ കാണാറുണ്ട്. ഉയർന്ന പ്രദേശങ്ങളിൽ ഇവയെ കാണുന്നത് വളരെ വിരളമാണ്. ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ കാണാൻ സാധ്യതയുള്ള ഒരു പാമ്പ് കൂടിയാണ് അണലി. ഏറ്റവും വലിയ വിഷപ്പല്ലുള്ള ഒരു പാമ്പും കൂടിയാണ് അണലി. ഇതിനെ ചില ആളുകൾ മലമ്പാമ്പാണെന്നും കരുതി പിടികൂടിയിട്ടുണ്ട്. ഇങ്ങനെ പണി കിട്ടിയവരും നിരവധിയാണ്. രാത്രി സമയത്താണ് ഇവ കൂടുതലും പുറത്തിറങ്ങാറ്. എലി, പെരിച്ചാഴി എന്നിവയാണ് ഇവയുടെ പ്രധാന ആഹാരം. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിനോട് ചുറ്റിപ്പറ്റി ഇവയെ കാണാനുള്ള സാധ്യതയും കൂടുതലാണ്. രാജവെമ്പാല, മൂർഖൻ, ശംഖുവരയൻ എന്നിവയുടെ വിഷം ബാധിക്കുന്നത് മനുഷ്യന്റെ നാഡീമണ്ഡലത്തെ ആകുമ്പോൾ അണലിയുടെ വിഷം രക്തമണ്ഡലത്തെയാണ് ബാധിക്കുന്നത്. നാഡീമണ്ഡലത്തെ ബാധിക്കുന്ന വിഷബാധയേറ്റാൽ കാഴ്ചമങ്ങൽ, ശ്വാസതടസ്സം, ആമാശയവേദന എന്നിവയാണ് ഉണ്ടാകുക. അതേസമയം രക്തമണ്ഡലത്തെ ബാധിക്കുന്ന വിഷബാധ മൂലം കടിയേറ്റ ഭാഗത്ത് നീരും തലകറക്കവും അനുഭവപ്പെടാം. കൂടാതെ രോമകൂപങ്ങളിലൂടെ രക്തം പൊടിയുകയും ചെയ്യും. ഇതെല്ലാം കൂടി രോഗിയുടെ മരണത്തിലേക്കാണ് നയിക്കുന്നത്. നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ കൂടുതലായി കാണുന്ന ജീവിയാണ് ഇതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇതിനുള്ള മുൻകരുതലുകളും നമ്മൾ സ്വീകരിക്കേണ്ടതായുണ്ട്. വിഷപ്പാമ്പുകളുടെ കടിയേറ്റാൽ ചെയ്യേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. 1. പാമ്പ് കടിയേറ്റ വ്യക്തിയെ ഓടാനോ നടക്കാനോ അനുവദിക്കാതിരിക്കുക എന്നതാണ്. 2. കടിയേറ്റ വ്യക്തിക്ക് വെള്ളമോ ഭക്ഷണമോ പോലെയുള്ളവ കൊടുക്കരുത്. 3. കടി കൊണ്ട ഭാഗം സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. 4. ആ വ്യക്തിയെ ഭയപ്പെടുത്താതിരിക്കുക, പകരം അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുക. 5. കടി കൊണ്ട ഭാഗം കത്തി, ബ്ലേഡ് തുടങ്ങിയ മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കീറി മുറിക്കാതിരിക്കുക. 6. പാമ്പ് കടിയേറ്റ വ്യക്തിയെ നിരപ്പാക്കി കിടത്തണം. അപ്പോൾ ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമൻറ്റ് ബോക്സിൽ എഴുതൂ. അണലിപ്പാമ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അറിവും എന്തായാലും ഞങ്ങളോട് പറയൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.